മലബാർ കലാപം, മാപ്പിള ലഹള, ഖിലാഫത്ത് തുടങ്ങി പല പേരുകളിലായി അറിയപ്പെടുന്ന 1921 മലബാറിലെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച ഇപ്പോൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പല പേരുകളിലായിട്ടാണ് ഈ സംഭവങ്ങൾ പലരും വിശദീകരിച്ചിട്ടുള്ളത്. മൊഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഈ സമരത്തെ വിശേഷിപ്പിക്കുന്നത് ഖിലാഫത്ത് വിപ്ലവം എന്നാണ്. മാപ്പിള ലഹള എന്ന പ്രയോഗം യഥാർത്ഥത്തിൽ ബ്രിട്ടൻ നടത്തിയതാണ്. അതൊരു ബ്രിട്ടീഷ് പ്രയോഗമാണ്. ബ്രിട്ടീഷ് പ്രയോഗം സ്വദേശത്തോടു കൂടിയുള്ളതല്ല. അതൊരു കളിയാക്കലാണ്, അതൊരു അധിക്ഷേപിക്കലാണ്. ഇന്ത്യയോടുള്ള അധിക്ഷേപം, പുച്ഛം അത് പ്രതിഫലിക്കുന്ന ദുഷ്ടബുദ്ധിയുള്ള ഒരു പ്രയോഗമാണ് മാപ്പിള ലഹള. നിസാരവൽക്കരിച്ചും പരിഹസിച്ചും വർഗീയമായ സ്വഭാവത്തോടെ ആ സമരങ്ങളെ അവതരിപ്പിക്കാനുള്ള കുടില ബുദ്ധിയാണ് അതിൻ്റെ പിന്നിലുള്ളത്. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ മലബാറിലെ പോരാട്ടങ്ങളെ മാത്രമല്ല അപഹസിച്ചിട്ടുള്ളത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അവർ വിശേഷിപ്പിച്ചത് ശിപായി ലഹള എന്നാണ്. ഇങ്ങനെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഉയർന്നു വന്ന പല മുന്നേറ്റങ്ങളെയും പരിഹസിക്കുന്ന നിലപാടായിരുന്നു ബ്രിട്ടൻ്റേത്. വാഗൺ ട്രാജഡി സത്യത്തിൽ അതിലൊന്നാണ്. നമ്മളിപ്പോഴും അങ്ങനെ പ്രയോഗിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു കൂട്ടക്കൊലയാണ്. തീവണ്ടി പാളം തെറ്റി ഒരു അപകടമുണ്ടായാൽ അതിനെ വാഗൺ ട്രാജഡി എന്ന് വിളിക്കാം. ഇതങ്ങനെയല്ല, ഇത് വാഗൺ കൂട്ടക്കൊലയാണ്. വാഗൺ കൂട്ടക്കൊലയെ വാഗൺ ട്രാജഡിയാക്കിയ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ശിപ്പായി ലഹളയാക്കിയ ബ്രിട്ടനാണ് മലബാറിലെ ഐതിഹാസികമായ പോരാട്ടത്തെ മാപ്പിള ലഹള എന്ന നിലയിൽ വിശദീകരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ പല പ്രയോഗങ്ങൾക്കിടയിൽ മുൻവിധികൾ ഒഴിവാക്കി വസ്തുതാപരമായി വിലയിരുത്താൻ സഹായകരം മലബാർ സമരം എന്ന പ്രയോഗമായിരിക്കും എന്നാണ് തോന്നുന്നത്. മലബാർ സമരത്തെ സംബന്ധിച്ച് ഒരുപാട് പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 100-ലധികം പുസ്തകങ്ങളുണ്ട് എന്നാണ് അറിയുന്നത്. അന്ന് മലബാറിലെ ബ്രിട്ടീഷ് മേധാവിയായിരുന്ന ഹിച്ച്കോക്ക് തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പ്രൊഫസർ കോൺറാഡ് വുഡിൻ്റെ ഒരു പുസ്തകം, മാധവൻ നായർ എഴുതിയ പുസ്തകം, മൊഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിൻ്റെ പുസ്തകം, KN പണിക്കർ എഴുതിയിട്ടുള്ള പുസ്തകം, മൊയ്തു മൗലവിയുടെ പുസ്തകം, ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഇത് സംബന്ധിച്ചുണ്ട്. ഒരുപാട് ചരിത്ര രചനകളുണ്ട്. ചരിത്ര രചനയുടെ ഒരു പ്രശ്നത്തെക്കുറിച്ച് പണ്ട് നെഹ്റു സൂചിപ്പിച്ചിട്ടുണ്ട്. പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ചരിത്രം മാറ്റിമറിച്ച മഹാരഥന്മാർ പലരും ഉണ്ടാവാം, പക്ഷേ ചരിത്രം എഴുതിയവരെ പോലെ ചരിത്രം മാറ്റിമറിച്ചവർ വേറെ ഉണ്ടാവില്ല എന്നായിരുന്നു. ഒരു ആക്ഷേപഹാസ്യ പ്രയോഗമാണെങ്കിലും നെഹ്റുവിൻ്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിവെക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പുസ്തകം മാത്രം വായിച്ച് നമുക്ക് മലബാർ സമരത്തെ ശരിയായി വിലയിരുത്താനാവില്ല. ഓരോ പ്രയോഗങ്ങളുടെയും വാക്കുകളുടെയും രചനയുടെയും ഭാഷയുടെയും എല്ലാം പിന്നിൽ മനോഭാവവും കാഴ്ചപ്പാടും ഉദ്ദേശങ്ങളും പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരേ സംഭവം തന്നെ രണ്ടുപേർ വിലയിരുത്തുമ്പോൾ രണ്ടായി പോകും. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം എനിക്ക് തോന്നുന്നു, ഇപ്പോൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് തന്നെ അങ്ങനെ ഒരു ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും. മൊയ്തു മൗലവി വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ നേരിട്ട് കണ്ട് അദ്ദേഹം എങ്ങനെ ഇരിക്കും, കാണാൻ എങ്ങനെയുണ്ട് എന്ന് വിശദീകരിക്കുന്നുണ്ട്. മൊയ്തു മൗലവിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അജാന ബാഹുവായ ഒരാൾ, ജ്വലിക്കുന്ന കണ്ണുകൾ, ധീരത ഓളം വെട്ടുന്ന മുഖഭാവം. ഇതാണ് മൊയ്തു മൗലവി വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് പറഞ്ഞത്. അതേ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് K. മാധവൻ നായർ നേരിട്ട് കണ്ടതിന് ശേഷം എഴുതുന്നുണ്ട്. അതിങ്ങനെയാണ്: ഒരു ഒത്ത മനുഷ്യന്റെ നീളം പോലും ഇല്ല, അദ്ദേഹത്തിന്റെ മുഖത്ത് ശൂരതയുടെ ഒരു ലക്ഷണവും കണ്ടില്ല എന്നാണ്. ഞാനിതൊരു ഉദാഹരണമായി സൂചിപ്പിച്ചതാണ്.
ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും വ്യാഖ്യാന ഭേദങ്ങളും ചരിത്രത്തിലുണ്ടാകും. അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് വസ്തുതകളെ ശരിയായി മനസ്സിലാക്കിയെടുക്കാനും വിശേഷണങ്ങളും വ്യാഖ്യാനങ്ങളും വിട്ടുകളയാനുമുള്ള ആർജവമാണ് എല്ലാവരും പ്രകടിപ്പിക്കേണ്ടത്. ചരിത്രത്തെ ശരിയായി മനസ്സിലാക്കാൻ വസ്തുതകളെ ശരിയായി തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ മുൻപിലുള്ള ഏക മാർഗം. ഇനി നമുക്ക് മലബാർ സമരത്തിലേക്ക് വരാം. 1921 സമരങ്ങളെയാണ് എല്ലാവരും ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. യഥാർത്ഥത്തിൽ 1921 അതുമാത്രമായി വിലയിരുത്തുന്നത് ചരിത്ര വിരുദ്ധമാണ്. മലബാർ സമര പാരമ്പര്യമുള്ള ഒരു മണ്ണാണ്. സംഗ്രാമ ധീരതയുടെ ആവേശനിർഭരമായ ഏറ്റുമുട്ടലുകളുടെ പോരാട്ടത്തിൻ്റെ തീക്ഷ്ണ സമരങ്ങളുടെ അനുഭവങ്ങൾ എമ്പാടുമുള്ള ഒരു നാടാണ്, യോദ്ധാക്കളുടെ ഒരു നാടാണ് മലബാർ എന്നതാണ് യാഥാർത്ഥ്യം. ഈ പോരാട്ടങ്ങൾക്ക് മിക്കപ്പോഴും കാരണമായി വന്നിട്ടുള്ളത് കാർഷിക പ്രശ്നങ്ങളാണ്, കാർഷിക ബന്ധങ്ങളിലെ സംഘർഷങ്ങളാണ്, ജന്മി കുടിയാൻ സംഘർഷമാണ്. ജന്മിമാരുടെ ചൂഷണത്തിനെതിരെ നിരാലംബരായ കുടിയാന്മാർ ഗതികേടുകൊണ്ട് ആഞ്ഞടിക്കുന്ന സമരങ്ങളാണ്, ആഞ്ഞടിച്ച അനുഭവങ്ങളാണ് മലബാറിലെ സമര പൈതൃകത്തിൽ നമുക്ക് എമ്പാടും കാണാനാവുക. എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രക്ഷോഭങ്ങളെ നമുക്കങ്ങനെ കാണാൻ സാധിക്കും. 1849 മഞ്ചേരി കലാപമെന്നും മഞ്ചേരി ലഹള എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു വലിയ സമരം ഉണ്ടായിട്ടുണ്ട്. ഹസൻ മൊയ്തീനായിരുന്നു ആ സമരത്തിന് നേതൃത്വം കൊടുത്തത്. അന്യായ നികുതി പിരിവിനെതിരായിട്ടായിരുന്നു സമരം. ഈ ജന്മിക്കുടിയാൻ സംഘർഷങ്ങൾക്കിടയാക്കുന്നത് ഈ തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു. ഇങ്ങനെ നിരവധിയായ സമരങ്ങൾ ധാരാളമായി നടന്നിട്ടുള്ള ഒരു അനുഭവം മലബാറിനുണ്ട്. എന്നാൽ ഇത്തരം സമരങ്ങളെയെല്ലാം ജന്മിമാരിൽ അധികവും ഹിന്ദുക്കളാണ് എന്നതുകൊണ്ടും കുടിയാന്മാരിൽ ദരിദ്രരായിട്ടുള്ള കർഷക തൊഴിലാളികളിൽ അധികവും മുസ്ലിങ്ങൾ അഥവാ മാപ്പിളമാരായിരുന്നു എന്നതുകൊണ്ടും ഇതിന് ഒരു മതത്തിന്റെ നിറം കൈവരിക സ്വാഭാവികമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നാം കാണേണ്ട മറ്റൊരു വസ്തുത, കുടിയാന്മാർ ജന്മിമാർക്കെതിരായിട്ടാണ് ആഞ്ഞടിക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ ഇവർ തമ്മിലാണ് സംഘർഷം ഉണ്ടാവുന്നതെങ്കിലും, ജന്മിമാരെല്ലാം ബ്രിട്ടന്റെ വിധേയന്മാരായിരുന്നു, ബ്രിട്ടനുമായി സന്ധി ചെയ്ത ആളുകളായിരുന്നു എന്നതാണ്. അതുകൊണ്ട് ഈ ജന്മിക്കുടിയാൻ സംഘർഷങ്ങൾക്ക് ജന്മി വിരുദ്ധത എന്നതോടൊപ്പം ഒരു ബ്രിട്ടീഷ് വിരുദ്ധതയും കൈവന്നിരുന്നു. ജന്മി വിരുദ്ധവും ബ്രിട്ടീഷ് വിരുദ്ധവുമായ സമരങ്ങൾ എന്നതാണ് മലബാറിലെ കാലത്തെ സമരങ്ങളുടെ സ്വഭാവം. കാരണം ജന്മിയും ബ്രിട്ടനും കൈകോർത്തു നിൽക്കുന്നവരാണ്, അവർ ഒരുമിച്ചാണ്. അതുകൊണ്ട് തന്നെ ജന്മിമാരോടുള്ള ഒരു വിരോധം പോലെ ബ്രിട്ടനോടുള്ള വിരോധവും കുടിയാന്മാർക്കിടയിൽ ശക്തമായിരുന്നു. ബ്രിട്ടനാവട്ടെ എല്ലാവരും ചേർന്ന്, അതിൽ ജാതിമത ഭേദമില്ല, എല്ലാവരും ചേർന്ന് ബ്രിട്ടനെതിരെ പോരാടുന്ന അന്തരീക്ഷത്തിൽ അതിനെ ഭിന്നിപ്പിക്കാൻ, ഇതിനെ മതപരമായി വേർതിരിച്ച് മതപരമായി കണ്ട് മതവിഭാഗങ്ങൾക്കിടയിലെ സ്പർദ്ധ ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കണം എന്ന് ബ്രിട്ടൻ കണക്കാക്കിയിരുന്നു. 1884 ഒരു കലാപം, ഒരു സമരം, അന്ന് ഇത്തരം സമരങ്ങളെ എല്ലാം ബ്രിട്ടൻ വിളിച്ചിരുന്നത് മാപ്പിള ലഹള എന്നാണ്. മാപ്പിള ലഹള എന്നാണ് വിളിച്ചിരുന്നത്. ഈ സമരത്തിന്റെ കൂട്ടത്തിൽ മാപ്പിളമാർ മാത്രമായിരിക്കില്ല ഉണ്ടാവുക, എന്നാലും അതിനെ മാപ്പിള ലഹള എന്നാണ് വിളിച്ചിരുന്നത്. 1884 ഇത്തരം ഒരു സമരത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ അന്ന് മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന വില്യം ലോഗനെ ചുമതലപ്പെടുത്തുന്നുണ്ട്. മലബാർ മാനുവൽ എഴുതിയ വില്യം ലോഗൻ തന്നെ. വില്യം ലോഗൻ റിപ്പോർട്ട് തയ്യാറാക്കി മദ്രാസ് ഗവർണർക്ക് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ട് മലബാറിലെ ഇത്തരം സമരങ്ങളുടെ അടിവേര് പരിശോധിച്ച് യഥാർത്ഥത്തിൽ ഇത്തരം സമരങ്ങളുടെ കാരണം മതപരമായ സ്പർദ്ധയോ മതപരമായ പ്രശ്നങ്ങളോ അല്ല, അത് കാർഷിക പ്രശ്നങ്ങളാണ് എന്ന നിഗമനത്തിലാണ് വില്യം ലോഗൻ ചെന്നെത്തുന്നത്. എന്നാൽ രസകരമായ വസ്തുത, മദ്രാസ് ഗവർണർ ആ റിപ്പോർട്ടിൽ നിന്ന് മലബാറിലെ സമരങ്ങളുടെ അടിവേര് കാർഷിക പ്രശ്നങ്ങളാണ് എന്ന ഭാഗം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടു. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത് വർഗീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നതാണ് അന്നേ ചിന്തിക്കുന്ന കാര്യം. ഈ കാര്യത്തിൽ വില്യം ലോഗനും ബ്രിട്ടീഷ് അധികാരികളും തമ്മിൽ തർക്കമുണ്ടാകുന്നു. ആ തർക്കത്തെ തുടർന്ന് വില്യം ലോഗനെ മലബാറിൽ നിന്നും കടപ്പയിലേക്ക്, ആന്ധ്രയിലെ കടപ്പയിലേക്ക് മാറ്റുകയും
അദ്ദേഹത്തെ അവിടെ കോടതിയിൽ ജഡ്ജിയായി മാറ്റി നിയമിക്കുകയാണ് ചെയ്യുന്നത്. അക്കാലത്ത് ഉയർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ ജുഡീഷ്യൽ സർവീസിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ശിക്ഷയായിട്ടാണ് പൊതുവെ പരിഗണിക്കപ്പെടുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വില്യം ലോഗൻ ജോലി രാജിവെച്ച് ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. ഇത് ചരിത്രത്തിൽ ബ്രിട്ടന്റെ മനോഭാവത്തെ തുറന്നു കാണിക്കുന്ന ഒരു ഉദാഹരണമാണ്. അതിനൊക്കെ ശേഷം ഈ പോരാട്ടങ്ങളെല്ലാം പോകെ പോകെ ബ്രിട്ടീഷ് വിരുദ്ധ കുന്തമുന പോരാട്ടങ്ങളുടെ ബ്രിട്ടീഷ് വിരുദ്ധ കുന്തമുന തെളിഞ്ഞു വരുന്ന സാഹചര്യം വന്നു. ബ്രിട്ടനെതിരായ സമരമായി തന്നെ ഇത് രൂപാന്തരപ്പെടുന്നുണ്ട്. അത് 1921 അതിനും വളരെ മുൻപേ 1852 സയ്യദ് ഫസൽ പൂക്കോയ തങ്ങളെ നാട് കടത്തുന്നത്. അദ്ദേഹത്തെ കുടുംബസമേതം വലിയ ഒരു കുടുംബാംഗങ്ങളെ എല്ലാവരെയും ചേർത്ത് നാട് കടത്തുകയാണ് ചെയ്യുന്നത്. ബ്രിട്ടീഷ് വിരുദ്ധ നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സയ്യദ് ഫസൽ പൂക്കോയ തങ്ങളെ നാട് കടത്താൻ തീരുമാനിക്കുമ്പോൾ അത് തടയാൻ വേണ്ടി ആയിരക്കണക്കിന് പേർ ഒത്തുകൂടുന്നുണ്ട്. പക്ഷേ വലിയ സംഘർഷത്തിലേക്കും രക്തച്ചൊരിച്ചിലേക്കും പോകുന്നത് ഇഷ്ടപ്പെടാത്ത ഫസൽ പൂക്കോയ തങ്ങൾ ഈ നാടുകടത്തലിന് വിധേയനാവുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ നാടുകടത്തി. അന്ന് മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായി ചുമതല നിർവഹിക്കുന്നത് HV കനോലിയാണ്. ഹെൻറി വാലന്റൈൻ കനോലി എന്ന് അറിയപ്പെടുന്ന HV കനോലി. പിന്നീട് മാപ്പിള ഔട്ട്റേജസ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടാകുന്നു. ഈ സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന മലബാറിലെ മാപ്പിളമാരെ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് കൂട്ടമായി നാട് കടത്താൻ ആരംഭിക്കുന്നു. ഓസ്ട്രേലിയയിലേക്കും ആൻഡമാനിലേക്കുമൊക്കെയാണ് അന്ന് കൂടുതലായും മലബാറുകാരെ നാട് കടത്തിയത്. ആയിരക്കണക്കിന് പേർ നാട് കടത്തപ്പെട്ടു. തങ്ങളുടെ ആരാധ്യനായ നേതാവ് ഫസൽ പൂക്കോയ തങ്ങളെ നാട് കടത്തുന്നു. ആയിരക്കണക്കിന് പേരെ നാട് കടത്തുന്നു. ഒരു മാപ്പിള വിരുദ്ധ നിയമം തന്നെ ഉണ്ടാക്കുന്നു. ഇതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് പോരാട്ടവും ശക്തിപ്പെട്ടു വരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലായാണ് തുടർന്ന് HV കനോലിയെ തന്നെ മാപ്പിള പോരാളികൾ വകവരുത്തുകയാണ് ചെയ്യുന്നത്. പുലിയാങ്കുന്നത്ത് തേനുവിൻ്റെയും ചെമ്പൻ മൊയ്തീൻ്റെയും എല്ലാം നേതൃത്വത്തിൽ HV കനോലിയെ കൊലപ്പെടുത്തുന്ന അനുഭവവും മലബാറിലുണ്ടാകുന്നത്. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം 1921 മുൻപ് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് സൂചിപ്പിക്കാൻ കാരണം 921 സമരം, മാപ്പിള ലഹള എന്ന ബ്രിട്ടൻ ആക്ഷേപിച്ച സമരം, ഇപ്പോഴും ചിലർ ആവർത്തിക്കുന്ന സമരം ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണ ഒരു സമരമല്ല. പതിറ്റാണ്ടുകൾക്ക് മുൻപേ സമരച്ചൂടിൽ ഉരുകിത്തെളിഞ്ഞ ഒരു നാടാണ് മലബാർ. ആ സമരങ്ങളുടെ മൂല കാരണം ജന്മിമാരുടെ ചൂഷണവും കുടിയാന്മാരുടെ ദയനീയമായ ജീവിത സാഹചര്യങ്ങളുമായിരുന്നു. അത് ബ്രിട്ടനെതിരായി കൂടി വികസിക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് 920 മുതൽ തന്നെ പുതിയ ചില ഉണർവുകൾ ഉണ്ടാവുന്നു. അതിൽ പ്രധാനം കുടിയാൻ സംഘത്തിന്റെ രൂപീകരണമാണ്. കുടിയാൻ സംഘം എന്ന നിലയിൽ തന്നെ ഔപചാരികമായി ഒരു സംഘം രൂപീകരിക്കപ്പെടുന്നു. MB നാരായണ മേനോനും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുമാണ് കുടിയാൻ സംഘത്തിന് നേതൃത്വം കൊടുത്തത്. അവരാണ് ഇത് സംഘടിപ്പിച്ചത്. എല്ലാം മതനിരപേക്ഷമാണ് എന്ന് ഇപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവാൻ കഴിയും. നല്ല സാഹോദര്യത്തോടെ എല്ലാവരും ഒത്തുചേർന്നാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഏതാണ്ട് അതേ സമയത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ അപ്പോഴത്തെ മുഖമായ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നു. നിസ്സഹകരണ പ്രസ്ഥാനവും കുടിയാൻ സംഘവും സജീവമാകുന്ന ആ സമയത്ത് തന്നെയാണ് ഖിലാഫത്ത് മൂവ്മെന്റ് ഉണ്ടാകുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം ഉടലെടുക്കുന്ന സാർവദേശീയ പശ്ചാത്തലം ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഒന്നാം ലോക മഹായുദ്ധാനന്തരം തുർക്കിയിലെ ഖലീഫയുടെ അധികാരം നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഖലീഫയെ അപമാനിച്ചു എന്ന തോന്നൽ അവിടുത്തെ അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മുൻനിർത്തി സാർവദേശീയമായി വളർന്നു വന്ന ഒരു മുന്നേറ്റമായിരുന്നു ഖിലാഫത്ത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഖിലാഫത്തിന് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു മുഖമുണ്ടായിരുന്നു. ഇന്ത്യയിൽ അത് നിസ്സഹകരണ പ്രസ്ഥാനവുമായി കൈകോർത്ത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. ഇന്ത്യയിൽ അത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു കൂട്ടമായിരുന്നില്ല എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളിൽ പ്രമുഖരായ പലരുടെയും പിന്തുണ ഖിലാഫത്തിന് ഉണ്ടായിരുന്നുമില്ല. അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഭൂരിഭാഗം നേതാക്കന്മാരും ഖിലാഫത്തിനെ അനുകൂലിച്ചവരേ അല്ല എന്നതാണ് സത്യം. എന്നാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഖിലാഫത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു.
അഖിലേന്ത്യാ ഖിലാഫത്ത് സമ്മേളനത്തിൽ ഗാന്ധിജി തന്നെ അധ്യക്ഷത വഹിക്കുന്ന സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ ഖിലാഫത്ത് സജീവമാകുന്നത്, കേരളം എന്ന് പറഞ്ഞാൽ പ്രധാനമായും മലബാർ എന്ന് തന്നെ അർത്ഥമെടുത്താൽ മതി, സജീവമാകുന്നത് മഹാത്മാഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ്. മഹാത്മാഗാന്ധി കോഴിക്കോട്ടേക്ക് വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം മൗലാന ഷൗക്കത്ത് അലിയും ഉണ്ടായിരുന്നു. കോഴിക്കോട്ട് മഹാത്മാഗാന്ധി പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹം ഖിലാഫത്ത് സജീവമാക്കണം എന്നാണ് പ്രസംഗിക്കുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും ഒരുമിച്ച് ബ്രിട്ടനെതിരെ പോരാടണം എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. കോഴിക്കോട്ട് വെച്ച് ഖിലാഫത്തിന്റെ നേതാക്കന്മാർ ഗാന്ധിജിയുടെ സാന്നിധ്യത്തിൽ കോഴിക്കോട്ടെ അന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാര് പൗരപ്രമുഖരെ കാണുമ്പോൾ അവിടെ വെച്ച് തന്നെ ശ്രീ രാമുണ്ണി മേനോൻ 2500 രൂപ ഖിലാഫത്തിന് ഫണ്ട് സംഭാവന വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇവിടെ ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം കൂടുതൽ സജീവമായ രൂപം കൈക്കൊണ്ട കോൺഗ്രസിന്റെ പിന്തുണയും സജീവമായ ഇടപെടലും കൊണ്ട് പ്രവർത്തനോന്മുഖമായ അനുഭവമാണ് ഖിലാഫത്തിനുള്ളത് എന്ന് വിസ്മരിക്കാനാവില്ല. ഖിലാഫത്ത് സംഘടിപ്പിച്ച് അതൊരു സംഘടനാ രൂപമായി മുൻപോട്ട് പോകുമ്പോഴെല്ലാം ഈ സ്വഭാവമാണുള്ളത്. 4 നേതാക്കന്മാരെ ആ ഘട്ടത്തിൽ ബ്രിട്ടൻ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നുണ്ട്. ഈ പ്രചരണത്തിന് വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് വന്ന നേതാവ് യാക്കൂബ് ഹസൻ, അതുപോലെ കെ മാധവൻ നായർ, മൊയ്തീൻ കോയ, ഗോപാലമേനോൻ, ഈ 4 പേരാണ് ആദ്യം അറസ്റ്റ് ചെയ്ത് ജയിലടക്കുന്നത്. അവരെ 6 മാസത്തേക്കാണ് ജയിലടക്കുന്നത്. വെറും മുസ്ലിം നേതാക്കന്മാർ മാത്രമായിരുന്നില്ല ഖിലാഫത്തിന് നേതൃത്വം കൊടുത്തതെന്ന് ഇത്തരത്തിലുള്ള ചരിത്ര സാക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും കൗതുകരമായൊരു വസ്തുത, ഈ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് അന്ന് തൃശ്ശൂരിൽ ഒരു വലിയ പ്രതിഷേധ സമ്മേളനം ചേരുന്നു. എന്നാൽ ആ സമയത്ത് ബ്രിട്ടീഷ് വാഴ്ചയെ അനുകൂലിക്കുന്നവർ, നമ്മുടെ നാട്ടിൽ അങ്ങനെയും ആളുകൾ ഉണ്ടായിരുന്നു, അവർ ഒരു വലിയ പ്രകടനം നടത്തുന്നു. അവർ ഈ പൊതുയോഗം അലങ്കോലപ്പെടുത്തി തീയിട്ട് നശിപ്പിക്കുന്നു, കസേരയും മേശയുമല്ല. അങ്ങനെ അവിടെ സംഘർഷം വളർന്നു വരുന്നു. ആ സംഘർഷം വളർന്നു വരുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരായ, കോൺഗ്രസിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിരുന്ന വിഭാഗത്തിൽപ്പെട്ടവർ, പ്രധാനമായും തൃശ്ശൂരിൽ അത് ഹിന്ദുക്കളായിരുന്നു, അവരെ ഈ രാജപക്ഷപാതികൾ എന്ന് വിളിക്കാവുന്ന ബ്രിട്ടീഷ് അനുകൂലികൾ ആക്രമിക്കുന്ന ഒരു നില വന്നപ്പോൾ സഹായത്തിന് വേണ്ടി വിളിക്കുന്നത് മലബാറിലെ മുസ്ലിങ്ങളെയാണ്, മാപ്പിളമാരെയാണ്. മലബാറിലേക്ക് കമ്പിയടിക്കുന്നു. പിറ്റേ ദിവസം തീവണ്ടി മാർഗം ആയിരക്കണക്കിന് മലബാറിലെ മാപ്പിളമാർ തൃശ്ശൂരിൽ വന്നിറങ്ങുന്നു. തൃശ്ശൂർ വിറപ്പിക്കുന്ന പ്രകടനം അവർ നടത്തി എന്നാണ് പറയുന്നത്. അവരും നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന തൃശ്ശൂരിൽ ആക്രമിക്കപ്പെട്ടവരും ഒരുമിച്ച് ചേർന്നു. ആ കൂട്ടായ്മയെ മൊഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് വിശേഷിപ്പിക്കുന്നത് ഹിന്ദു മുഹമ്മദൻ സേന എന്നാണ്. നാം ചരിത്രത്തിലെ ഇത്തരം സാഹോദര്യത്തിന്റെ, ബ്രിട്ടീഷ് വിരുദ്ധതയുടെ, ഐക്യബോധത്തിന്റെ ഒക്കെ പാഠങ്ങൾ കാണാതെ പോകുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയായിരിക്കും. ആക്രമണം നേരിടുന്ന സമയത്ത് മലബാറിൽ നിന്ന് മുസ്ലിങ്ങളെ, മാപ്പിളമാരെ കമ്പിയടിച്ചു വരുത്തി ഒരുമിച്ച് ചേർന്ന് ശത്രുവിനെ എതിർക്കാൻ ആർത്തിരമ്പിയ സേനയെയാണ് അദ്ദേഹം ഹിന്ദു മുഹമ്മദൻ സേന എന്ന് വിളിച്ചത്. അങ്ങനെ ഒരുമിച്ച് നടത്തിയ പോരാട്ടങ്ങളുടെ അനുഭവമുണ്ട് ഈ ഖിലാഫത്തിന്റെ ആ കാലഘട്ടത്തിൽ. 921 ഈ സംഭവവികാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ തുടക്കത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിൻ്റെതായ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ട്. മലപ്പുറം വലിയ പള്ളി തകർക്കാൻ ബ്രിട്ടീഷ് പട്ടാളം വരുമ്പോൾ വിശ്വാസികൾ പ്രതിരോധം തീർക്കുന്നുണ്ട്. അവരുടെ നേരെ പട്ടാളം നിറയൊഴിക്കുന്നു. അങ്ങനെ നിരവധി പേർ കൊല്ലപ്പെടുന്നു. അങ്ങനെ മലപ്പുറം വലിയ പള്ളി സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ച പോരാളികളെയാണ് മലപ്പുറം ശുഹദാക്കൾ എന്ന് വിളിക്കുന്നത്. ആ മലപ്പുറം ശുഹദാക്കളിൽ ആദ്യം വെടികൊണ്ട് വീണയാളുടെ പേര് തട്ടാൻ കുഞ്ഞൻ എന്നാണ്. ഒരു ഹിന്ദുവാണ്. മുസ്ലിം ആരാധനാലയം സംരക്ഷിക്കാൻ ഹിന്ദുക്കൾ കൂടി രംഗത്തിറങ്ങുന്ന ഒരു സാഹോദര്യ ഭാവം മലബാറിൽ ഉണ്ടായിരുന്നു എന്നത് നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. ഈ ഒരു പശ്ചാത്തലം പാടെ പലരും വിസ്മരിക്കുന്നുണ്ട്. 2 ധ്രുവങ്ങളിലാക്കി നിന്ന് ഏറ്റുമുട്ടേണ്ടവരാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന ഒരു കൊളോണിയൽ കാഴ്ചപ്പാട്
ഇപ്പോഴും വെച്ചു പുലർത്തുന്നവരുമുണ്ട്. പക്ഷെ ചരിത്ര വസ്തുതകൾ അതിനോട് നിരക്കുന്നതല്ല. ഇനി ഈ മലബാറിലെ സമരത്തിന്റെ മറ്റ് സൂക്ഷ്മ വിശദാംശങ്ങളിലേക്കോ അതിൻ്റെ കാലക്രമ പട്ടികയിലേക്കോ ഇപ്പോൾ കടന്നു പോകുന്നില്ല. മറിച്ച് ഇപ്പൊ ഏറ്റവും ഉയർന്നു വന്നിട്ടുള്ള ഒരു ചർച്ചാ വിഷയം വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആരായിരുന്നു? അദ്ദേഹം കടുത്ത വർഗീയവാദിയായ ഒരു ക്രിമിനൽ അക്രമിയാണ് എന്ന് ഇപ്പോൾ ഒരു പ്രചരണം കൊടുമ്പിരി കൊണ്ട് നടക്കുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെ ആയിരുന്നു. പക്ഷെ നമ്മുടെ മുൻപിലുള്ള വസ്തുതകൾ പരിശോധിച്ചാൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് ഇപ്പോൾ സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന നിറം പിടിപ്പിച്ച കഥകൾ പാടെ തള്ളിക്കളയുന്ന അനുഭവങ്ങളാണ് ചരിത്രത്തിലുള്ളത്. ചരിത്ര വസ്തുതകൾ ഇത്തരം പ്രചരണത്തെ ശരിവെക്കുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ മതനിരപേക്ഷ ചിന്താഗതി വെച്ച് പുലർത്തിയിരുന്ന അത്തരത്തിലുള്ളൊരു ഭരണ സംവിധാനത്തെ ഭാവി കാക്ഷിച്ചിരുന്ന ഒരാളായിരുന്നു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് മൊഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹം ഈ സമരകാലഘട്ടത്തിന്റെ സാക്ഷിയും സംഘാടകനും, യാതനകൾ വിവരിക്കാനാവാത്ത യാതനകൾ അനുഭവിക്കേണ്ടി വന്നയാളും ഒക്കെയായ കോൺഗ്രസ് നേതാവാണ് മൊഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് പരാമർശിക്കുന്നത് കുറച്ച് അന്തസ്സുള്ള ഒരാളാണ് അയാൾ എന്നാണ്. പരദ്രോഹം കൂടാത്ത രാജ്യഭരണമായിരുന്നു, ആരെയും ദ്രോഹിക്കാത്ത രാജ്യഭരണമായിരുന്നു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്വപ്നം കണ്ടിരുന്നത് എന്ന് മൊഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പലരും മാധവൻ നായരുടെ പുസ്തകമൊക്കെ സ്ഥാനത്തും അസ്ഥാനത്തും ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷെ മാധവൻ നായരുടെ പുസ്തകത്തിൽ തന്നെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ചുള്ള ഒരു പരാമർശം ഹിന്ദുവെന്നോ മുഹമ്മദീയനെന്നോ യാതൊരു ഭേദവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ്. ഈ അഭിപ്രായ പ്രകടനങ്ങൾക്ക് സമാനമാണ് ആ കാലഘട്ടത്തിലെ ചരിത്ര വസ്തുതകൾ പരിശോധിക്കാൻ പുറപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളൊക്കെയും എന്നതാണ് സത്യം. അക്കാലത്ത് പുറത്തിറങ്ങിയ കേരള പത്രിക എന്ന ഒരു പത്രമുണ്ട്. കേരളത്തിലെ പത്രങ്ങളുടെ ചരിത്രത്തിൽ ഒരു പ്രധാന സ്ഥാനമുള്ള പത്രമാണ് കേരള പത്രിക. കേരള പത്രികയിൽ ഈ സമര കാലഘട്ടത്തിലെ സംഭവവികാസങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. കൊള്ള നടത്തുന്നവർ ഈ സമരത്തിന്റെ ഭാഗമായി പലയിടത്തും പല സ്വഭാവത്തോടു കൂടിയിട്ടുള്ള കൊള്ളകൾ നടക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കൊള്ള നടന്ന സംഭവങ്ങൾ, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന സംഭവങ്ങൾ, ഇത്തരം സംഭവങ്ങളിലെല്ലാം പ്രതികളായി വരുന്നവരെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി കഠിനമായി ശിക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആ വാർത്തയിൽ ഒരിടത്ത് പരാമർശിക്കുന്നുണ്ട്, അപ്പു നായർ എന്ന ഒരാൾ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കണ്ട് അദ്ദേഹത്തിന് ഈ സമരക്കാരിൽ നിന്ന് നേരിടേണ്ടി വന്ന ഉപദ്രവം വിശദീകരിക്കും. ഉടനെ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് അതിൽ കുറ്റം ചെയ്തയാളെ ചാട്ടവാറടിക്ക് വിധേയനാക്കിയ അനുഭവം ഈ വാർത്തയുടെ ഭാഗമായി പറയുന്നുണ്ട്. മഞ്ചേരിയിലെ നമ്പൂതിരി ബാങ്ക് കൊള്ളയടിക്കുന്നുണ്ട് സമരക്കാർ. എന്നാൽ ഈ വിവരം മനസ്സിലാക്കിയെത്തിയ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആ കൊള്ള മുതൽ തിരിച്ച് കൊടുക്കുകയും നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്തു എന്ന് ചരിത്രരേഖകളിൽ കാണുന്നുണ്ട്. ഈ സമരത്തിൽ ഇതുതന്നെ അവസരമെന്ന് കരുതി ഒരു മുസൽമാനായ ആൾ പണയം വെച്ചിരുന്ന ഒരു പണയാധാരം ഹിന്ദുവായ ഒരാളെ ഭീഷണിപ്പെടുത്തി വാങ്ങിയത്രേ. ഈ കാര്യം പരാതിയായി കുഞ്ഞഹമ്മദ് ഹാജിയുടെ അടുത്ത് എത്തിയപ്പോൾ അദ്ദേഹം ഈ അന്യായം ചെയ്തയാളുടെ കൈ വെട്ടും എന്ന്, കൈ വെട്ടാൻ ഉത്തരവിട്ടു എന്നാണ്. പേടിച്ച് വിറച്ച് പണയാധാരം തിരികെ കൊടുക്കുകയും അതോടെ ശിക്ഷ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ആ വ്യക്തിത്വത്തെ സംബന്ധിച്ചുള്ള പരിശോധന നടത്തുമ്പോൾ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പട്ടാളത്തിന്റെ ഒരു തലവന്റെ പേര് താമി എന്നായിരുന്നു. താമി മുസ്ലിം ആയിരുന്നില്ല, താമി ഒരു ദളിതനായിരുന്നു. അതുപോലെ തന്നെ നാരായണ പിഷാരടിയെ പോലെ, നാരായണൻ നമ്പീശനെ പോലെ ഉള്ള ഹിന്ദുക്കൾ അദ്ദേഹത്തിന്റെ പട്ടാളത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിരുന്നു. ഒരിടത്ത് പരാമർശിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സൈന്യം, വാരിയംകുന്നത്തിന്റെ സൈന്യം
ഈ സമരത്തിന്റെ ഭാഗമായി മുൻപോട്ട് പോകുമ്പോൾ അതിൽ 500ഓളം ഹിന്ദുക്കൾ ആ സൈന്യത്തിൽ അപ്പോൾ അണിനിരക്കുന്നുണ്ടായിരുന്നു. ഇത് എല്ലാവരും ചേർന്നുള്ള ബ്രിട്ടീഷ് വിരുദ്ധമായ ഒരു സമരമായിരുന്നു എന്നതിന് ഇതുപോലെയുള്ള ഒരുപാട് ചരിത്ര അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി ബ്രിട്ടനും ബ്രിട്ടീഷ് അനുകൂലികൾക്കും എതിരായ നിലപാടാണ് സ്വീകരിച്ചത് എല്ലായ്പ്പോഴും. അതിൽ അദ്ദേഹത്തിന് മതം പ്രശ്നമായിരുന്നില്ല. നിർഭാഗ്യവശാൽ മലബാറിലെ ജന്മിമാരെല്ലാം ബ്രിട്ടന്റെ അനുകൂലികളായിരുന്നു. ആ ജന്മിമാരിൽ മിക്കവരും ഹിന്ദുക്കളായിരുന്നു. അവരെ എതിർത്തതും ആക്രമിച്ചതും അവരുടെ മതം നോക്കിയല്ല, അവർ ബ്രിട്ടീഷ് പക്ഷപാതികളാണ് എന്നതുകൊണ്ടായിരുന്നു. ബ്രിട്ടീഷ് പക്ഷപാതിയായ മുസ്ലിം ജന്മിയായിരുന്നു കൊണ്ടോട്ടി തങ്ങൾ. കൊണ്ടോട്ടി തങ്ങളെയും ആക്രമിക്കുന്നുണ്ട്. ശത്രുതാപരമായ ഒരു ബന്ധമാണ് അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. ഖാൻ ബഹദൂർ പട്ടം കിട്ടിയ ബ്രിട്ടീഷ് അനുകൂലിയായ ചേക്കുട്ടി, ഖാൻ ബഹദൂർ ചേക്കുട്ടിയെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നുണ്ട്. ചേക്കുട്ടിയുടെ തല വെട്ടിയെടുത്ത് കുന്തത്തിൽ കുത്തി നിർത്തിയെന്നാണ്. അതിനുശേഷം അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിലെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് ബ്രിട്ടനോട് ഏറ്റുമുട്ടി ഒരു സ്വതന്ത്ര രാഷ്ട്രം കെട്ടിപ്പടുത്ത ശേഷം ആ സ്വതന്ത്ര രാഷ്ട്ര പ്രഖ്യാപനത്തിലും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി ആവർത്തിക്കുന്നത്. അത് മതസ്പർദ്ധയുള്ളതല്ല, മതഭേദമില്ലാതെ എല്ലാവരും തുല്യരാണ് എന്ന തൻ്റെ കാഴ്ചപ്പാടാണ് അദ്ദേഹം മുൻപോട്ട് വെക്കുന്നത്. മതാടിസ്ഥാനത്തിലുള്ള അക്രമങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും അത് തടയാനുള്ള തൻ്റെ തീരുമാനം കൂടി ഉൾപ്പെട്ട സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. എ ശ്രീധരമേനോനെ പോലെയുള്ള ചരിത്രകാരന്മാർ ഹിന്ദുക്കളുടെ രാജാവും മുസ്ലിങ്ങളുടെ അമീറുമായാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സ്വന്തമായ ഒരു രാജ്യം അദ്ദേഹം കെട്ടിപ്പടുത്തപ്പോൾ, ബ്രിട്ടനെ വെല്ലുവിളിച്ച് ഒരു സ്വതന്ത്ര രാഷ്ട്രം കെട്ടിപ്പടുത്തപ്പോൾ ആ രാജ്യത്തിന് പാസ്പോർട്ട് ഉണ്ടായിരുന്നു, നാണയ വ്യവസ്ഥയുണ്ടായിരുന്നു. അന്ന് ജന്മിമാർക്ക് എതിരെ നടന്ന പല സമരങ്ങളുടെയും ഒരു കാരണമായ കുമ്പിൾ കഞ്ഞി പോലെയുള്ള മനുഷ്യവിരുദ്ധമായിട്ടുള്ള ആചാരങ്ങൾ നിർത്തലാക്കിയിരുന്നു. ആ നിലയ്ക്ക് സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെതായ ഒരു മുഖം ഈ സ്വതന്ത്ര രാഷ്ട്ര പ്രഖ്യാപനത്തിന് ശേഷം കടന്നു വരുന്നുണ്ട് എന്നതാണ് വസ്തുത. എന്നാൽ ബ്രിട്ടൻ ഇതിനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു കലാപമായി ചിത്രീകരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ സമരത്തിന്റെ അടിസ്ഥാന കാരണം കാർഷിക പ്രശ്നങ്ങളും കാർഷിക പ്രശ്നങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച, അതായത് ജന്മിമാർ അവരുടെ ബ്രിട്ടീഷ് ബന്ധം, ആ നിലയിൽ വളർന്നു വന്ന ബ്രിട്ടീഷ് വിരോധവുമാണ് അടിത്തറയായി നിന്നത് എന്ന് നിഷേധിക്കാനാവില്ല. ഈ മലബാർ സമരകാലത്തെ കശാപ്പുകൾക്ക് നേതൃത്വം കൊടുത്ത, ആയിരക്കണക്കിന് വരുന്നവരെ കൊലപ്പെടുത്തിയ, നാട് കടത്തിയ ബ്രിട്ടീഷ് മേധാവിയായ ഹിച്ച്കോക്ക് പിന്നീട് മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്മാരകം സ്ഥാപിക്കുകയുണ്ടായി. മഞ്ചേരിക്കടുത്ത് മോങ്ങത്താണ് സ്മാരകം. ആ സ്മാരകം പൊളിച്ചു നീക്കണം, മലബാറിലെ മനുഷ്യരുടെ ചോരയൊഴുക്കിയ ബ്രിട്ടീഷ് നരാധമന്റെ പ്രതിമ പൊളിച്ചു നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമരങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സമരത്തിൽ പാടുന്നതിനു വേണ്ടി അധ്യാപകനായിരുന്ന കമ്പളത്ത് ഗോവിന്ദൻ നായർ എഴുതിയ ഒരു കവിതയുണ്ട്. ആ കവിത 1944 അച്ചടിച്ചു വന്നത് ദേശാഭിമാനിയിലാണ്. ആ കവിത നിരോധിക്കുകയും കണ്ടുകെട്ടുകയും ആ കവിതയുടെ വരികൾ വീട്ടിൽ സൂക്ഷിച്ചാൽ പോലും കേസെടുക്കുകയൊക്കെ ചെയ്തിരുന്നു ബ്രിട്ടൻ. കവിത എഴുതിയ കമ്പളത്ത് ഗോവിന്ദൻ നായരെ ഭീകരമായി ഭേദ്യം ചെയ്തു. അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തു, അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിന്റെ കൈ തല്ലി ഓടിച്ചു. ഇതൊക്കെ നേരിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ സത്യത്തിൽ എന്താണ് മലബാർ സമരത്തിന്റെ അടിത്തറ എന്ന് ഭംഗിയായി 2 വരിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. നമ്മളുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. ഇതാ കാലഘട്ടത്തിൽ കമ്പളത്ത് ഗോവിന്ദൻ നായർ എഴുതിയിട്ടുള്ള കവിതയാണ്. ഈ സമരത്തിന്റെ കാരണങ്ങളെ സംബന്ധിച്ച് ഉള്ള ഒരു ശരിയായ പ്രസ്താവമായിട്ടാണ് അത് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഈ മലബാർ സമരത്തിന്റെ കാലഘട്ടത്തിൽ മതപരമായ സ്വഭാവം ഇതിനെവിടെയെങ്കിലും കൈവന്നിട്ടുണ്ടോ? വർഗീയമായി മാറിയിട്ടുണ്ടോ? ആ നിലയ്ക്കുള്ള ആക്രമണങ്ങളോ കൊലകളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെയും ശരിയായ ഉത്തരം ഉണ്ട് എന്ന് തന്നെയാണ്. അത് മലബാർ സമരത്തിന്റെ ചില അപഭ്രംശങ്ങളാണ്. ഖിലാഫത്ത് മൂവ്മെന്റും നിസ്സഹകരണ പ്രസ്ഥാനവും
കുടിയാൻ സംഘവും ഒരുമിച്ച് ബ്രിട്ടനെതിരായി ആർത്തിരമ്പിയ ഒരു മഹാസമരത്തിൻ്റെ ഇടയിലുണ്ടായ ചില കളങ്കങ്ങളാണ്. അതൊരു വസ്തുതയാണ്. ചിലയിടങ്ങളിൽ അങ്ങനെയുള്ള ചില കളങ്കങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ഏതൊരു വലിയ സമരത്തിലും വലിയ പോരാട്ടത്തിലും ഇത്തരത്തിലുള്ള ചില കളങ്കങ്ങളും കടന്നുകൂടാറുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അതിനും ഇന്ത്യ ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനം തന്നെ അതിൻ്റെ ഉദാഹരണമാണ്. ഇതേ സമയത്ത് നടന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ആ സമരത്തിന്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നത് ബ്രിട്ടനുമായി നിസ്സഹകരിക്കുകയാണ്. ബ്രിട്ടന്റെ അവാർഡുകൾ, പുരസ്കാരങ്ങൾ സ്വീകരിക്കരുത്, സർക്കാർ ജോലികൾ സ്വീകരിക്കരുത്, അങ്ങനെയുള്ള ഒരുതരം നിസ്സഹകരണമാണ്. അത് അക്രമരാഹിത്യത്തിൽ ഊന്നിയുള്ള നിസ്സഹകരണമാണ്. മഹാത്മാഗാന്ധി നേതൃത്വം കൊടുക്കുമ്പോൾ അഹിംസയെക്കുറിച്ചും അക്രമരാഹിത്യത്തെക്കുറിച്ചും കൂടുതൽ പറയേണ്ടതില്ലല്ലോ. പക്ഷേ ആ നിസ്സഹകരണ സമരത്തിലാണ് ചൗരി ചൗര ഉണ്ടാവുന്നത്. ചൗരി ചൗരയിൽ പോലീസ് സ്റ്റേഷനിൽ തീയിട്ട് 22 പോലീസുകാരാണ് ചുട്ടുകൊല്ലപ്പെട്ടത്. ഈ സംഭവത്തെ മുൻനിർത്തി നിസ്സഹകരണ പ്രസ്ഥാനം എന്നത് അക്രമാസക്തമായ സമരമാണെന്നും അതൊരു കൂട്ടക്കൊലയായിരുന്നുവെന്നും മഹാത്മാഗാന്ധിയാണ് ഈ അക്രമ സമരത്തിന്റെ നായകനെന്നും അതിനാൽ ഗാന്ധിജി ഇന്ത്യയിലെ അക്രമ സമര നായകനാണ് എന്നും ആരെങ്കിലും വിലയിരുത്തിയാൽ ചരിത്രത്തോട് ചെയ്യുന്ന എത്ര വലിയ അപരാധമായിരിക്കും അത്. നിസ്സഹകരണ സമരത്തിലെ ഒരു അപഭ്രംശമാണ് ചൗരി ചൗരാ സമരം. തുടർന്ന് 42 ക്വിറ്റ് ഇന്ത്യ സമരം വരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരവും ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നിർത്തിവെക്കുന്നുണ്ട് ഗാന്ധിജി. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ശേഷം ആ സമരസമയത്തെ ചില പ്രത്യേക പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഉള്ള ആധികാരികമായ കണക്കുകളിൽ പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് 208 പോലീസ് സ്റ്റേഷനുകൾ തകർക്കപ്പെട്ടു എന്നാണ്. 208 പോലീസ് സ്റ്റേഷനുകൾക്ക് പുറമെ 382 റെയിൽവേ സ്റ്റേഷനുകൾ അന്ന് തകർക്കപ്പെട്ടു. 945 പോസ്റ്റ് ഓഫീസുകൾ പൂർണ്ണമായും തകർക്കപ്പെട്ടു. ഭാഗികമായി തകർക്കപ്പെട്ട പോസ്റ്റ് ഓഫീസുകളുടെ എണ്ണം 12,000-ലധികം വരും. നോക്കൂ, ക്വിറ്റ് ഇന്ത്യ സമരത്തെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തുമ്പോൾ തകർക്കപ്പെട്ട നൂറുകണക്കിന് റെയിൽവേ സ്റ്റേഷനുകളുടെയും പോലീസ് സ്റ്റേഷനുകളുടെയും തപാൽ ആഫീസുകളുടെയും സർക്കാർ മന്ദിരങ്ങളുടെയും ഒക്കെ കണക്കെടുത്ത ശേഷം ഇത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അക്രമ സമരമായിരുന്നുവെന്നും ഗാന്ധിജിയാണ് അതിന് നേതൃത്വം കൊടുത്തതെന്നുകൊണ്ട് മഹാത്മാഗാന്ധി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അക്രമ സമരത്തിന്റെ നേതാവായിരുന്നുവെന്നും ആരെങ്കിലും വിലയിരുത്തിയാൽ അത് എത്ര വലിയ ചരിത്ര നിഷേധമാവും. ഗാന്ധിജി അക്രമരാഹിത്യമാണ് ഉയർത്തിപ്പിടിച്ചത്, അഹിംസയാണ് ഉയർത്തിപ്പിടിച്ചത്. അദ്ദേഹത്തിന്റെ സമരപാത അങ്ങനെയായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ പ്രസ്ഥാനം ബ്രിട്ടനെതിരെ നടത്തിയ സമരത്തിന്റെ മുഖം അത് അഹിംസയുടെയും അക്രമരാഹിത്യത്തിൻ്റെതുമായിരുന്നു. എന്നാൽ ആ സമരത്തിനിടയിൽ ചില അപഭ്രംശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യവുമാണ്. മലബാർ സമരം ഏറ്റവും പ്രധാനപ്പെട്ട 3 ധാരകൾ കൈകോർത്ത സമരമായിരുന്നു. അത് ദേശീയ പ്രസ്ഥാനത്തിന്റെ അപ്പോഴത്തെ രൂപമായിരുന്ന നിസ്സഹകരണ പ്രസ്ഥാനം, കുടിയാൻ സംഘം, ഖിലാഫത്ത് മൂവ്മെന്റ്. ഈ 3 ധാരകളാണ് മലബാർ സമരത്തിന്റെ അടിവേരുകൾ. അത് ബ്രിട്ടീഷ് വിരുദ്ധമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയിട്ടുള്ള സമരമാണ്. എന്നാൽ ആ മഹത്തായ സമരത്തിന്റെ ഇടയിൽ ചില വഴിതെറ്റലുകൾ, ചില കളങ്കങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനെ അങ്ങനെ തന്നെ തിരിച്ചറിയുകയും അത് മനസ്സിലാക്കുകയും, എന്നാൽ മലബാർ സമരമെന്ന മഹത്തായ സമരം ഈ കളങ്കങ്ങളുടെ പേരിൽ അറിയപ്പെടേണ്ട സമരമല്ലെന്നും അത് ഇന്ത്യയിൽ ബ്രിട്ടനാൽ അപഹസിക്കപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമരമാണ് എന്നും ശരിയായി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഒപ്പം ആ സമരത്തിന്റെ നായകനായ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി, അതുപോലെ ആലി മുസ്ലിയാർ, അവരുടെ എല്ലാം പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ, പഠനങ്ങൾ പരിശോധിച്ചാൽ, ചരിത്ര രേഖകൾ പരിശോധിച്ചാൽ അവർ മതഭേദമില്ലാതെ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെയാണ് മനസ്സിൽ കണ്ടതെന്നും അവരുടെ കാഴ്ചപ്പാട് അതായിരുന്നുവെന്നും നമുക്ക് ബോധ്യപ്പെടും. നന്ദി.